ഹലോ ഗൈസ്, MX Excel വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുള്ള എവറേജ് ഫംഗ്ഷൻ, മിനിമം മാക്സിമം ഫംഗ്ഷൻ, പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ എക്സൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എവറേജ് ആണ്. അപ്പം ഇവിടെ തന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിലെ മാർക്ക്, സ്റ്റുഡൻറ്റിൻ്റെ പേരും സബ്ജക്ട്സ് 5 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ അവരെ ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കണം, പിന്നെ എവറേജും. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു കൊടുക്കുക, സം ഓഫ് ഇംഗ്ലീഷ് സബ്ജക്റ്റ്, മലയാളം സബ്ജക്റ്റ്, സയൻസ്, സോഷ്യൽ, മാത്സ്. ഓക്കെ, എൻ്റർ ചെയ്യാം. ഓക്കെ, 368. അതായത് വൈശാഖിന് ടോട്ടൽ മാർക്ക് കിട്ടിയത് 368. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ടോട്ടൽ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓൾട്ട് പ്ലസ് എന്നുള്ള സിമ്പിൾ അടിച്ചാൽ തന്നെ കീബോർഡിൽ ഓൾട്ട് പ്ലസ്. ഓക്കെ, അന്നേരം തന്നെ ഓട്ടോമാറ്റിക്കലി സം ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. വേറെ ഒന്നും പ്രസ് ചെയ്യണം. അപ്പോൾ ആണ് സം ഫംഗ്ഷൻ ആക്റ്റീവായിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടോ, സെലക്ട് ചെയ്ത് വെച്ച് വന്നിട്ടുണ്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സൈഡിൽ സ്ക്വയറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ താഴത്തെ വാല്യൂ കാണാൻ വരും. ഇനി എവറേജ് ഫംഗ്ഷൻ. ഇനി പൊതുവേ നമ്മൾ എവറേജ് എങ്ങനെ കാണും, ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ ടോട്ടൽ മാർക്സ് ഒപ്റ്റ് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ ഇവിടെ 5 സബ്ജക്റ്റ് ഉണ്ട്, 5 അല്ലേ, 73 മിനിറ്റ്. അപ്പം ഇവിടെ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ട് എവറേജ് എന്നുള്ള. അപ്പോൾ ഈക്വൽ ടു അടിച്ചിട്ട് എവറേജ് ഒന്ന് ടൈപ്പ് ചെയ്യാം, എവറേജ്. ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏതിൻ്റെ എവറേജാണ് നമുക്ക് വേണ്ടത്, ഈ സബ്ജക്റ്റിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള എവറേജ് അല്ലേ. ഓക്കെ, 65, 75, 78, 90, 60, ഇതിൻ്റെ എല്ലാം കൂടി എവറേജ്. അപ്പോൾ 73.6 കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് മിനിമം മാക്സിമം ആണ്. അപ്പോൾ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ഓൾട്ട് പ്ലസ് എടുക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് മാക്സിമം, അപ്പോൾ ഇപ്പോൾ എല്ലാവരും മാർക്ക് ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മാക്സിമം ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് എത്രയാണെന്ന് ഇവിടെ ചോദിക്കുന്നത്, ആളെയല്ല ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഹയസ്റ്റ് മാർക്ക് എത്രയാണ്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണെന്ന് അടുത്ത് ചോദിക്കും. ഫസ്റ്റ് ചോദിക്കുന്ന മാക്സിമം മാർക്സ് ഒപ്റ്റെയിൻ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മാക്സിമം മാർക്ക് എത്ര, അതായത് ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു ഇവിടെ മാക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതാണ് മാക്സിമത്തിന് ഉപയോഗിക്കുന്നത്. മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ 422, അതായത് ഈ 5 എണ്ണത്തിൽ ഹയസ്റ്റ് 422. ഇനി മിനിമത്തിന് അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈക്വൽ ടു MIN എന്ന് അടിച്ചാൽ മതി, മിൻ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ 5 ഡാറ്റ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ 5 എണ്ണത്തിൽ ഏറ്റവും മിനിമം ഏതാണെന്ന് കാണിച്ചു തരും, 307. ഓക്കെ, അപ്പം വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതൽ എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എത്ര ആയിരിക്കും ഹയസ്റ്റ്, ആയിരിക്കും ലോവസ്റ്റ്, എത്ര നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഇതുകൊണ്ട് പറ്റും, ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ പെർസെൻറ്റേജിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾട്ട് പ്ലസ്. ഓക്കെ, ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി മാക്സിമം മാർക്സ്. ഇവിടെ ടോട്ടൽ മാർക്സ് നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാവരും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ കിട്ടും, ഓരോരുത്തരുടെയും ടോട്ടൽ. ഓക്കെ, ഇനി മാക്സിമം മാർക്ക് പറയുന്ന പറഞ്ഞാൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നേടാൻ പറ്റിയ മാർക്ക്. അതായത് ഇവിടെ ഇപ്പോൾ 5 സബ്ജക്റ്റ് ആണല്ലോ, അതിൻ്റെ അകത്ത് 5 സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്ക് എത്രയാണ്, 500. കാരണം ഈക്വൽ ടു എത്ര, 5 സബ്ജക്റ്റ് ഉണ്ട്, 100 മാർക്ക്. അതായത് ഇവിടെ മുകളിൽ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്, മാർക്സ് ഔട്ട് ഓഫ് 100 പെർ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ 100 × 5 അല്ലേ, 500. അപ്പം ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 500 ആണ്. ഓക്കെ, 500 ഇട്ടുണ്ട്, എല്ലാവർക്കും 500 ആണ്. അപ്പം ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് ഒപ്റ്റൈൻഡ് നമ്മൾ പൊതുവേ എടുക്കുന്നത് എങ്ങനെയാണ്, ഈക്വൽ ടു അതേപോലെ തന്നെ ചെയ്യുക, ഈക്വൽ ടു 368 ഡിവൈഡഡ് ബൈ, അതായത് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക് അല്ലേ, ഇത് ഇൻറ്റു 100 ആണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. അപ്പം പെർസെൻറ്റേജ് ഒപ്റ്റൈൻഡ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇവിടെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പം പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ഉണ്ട്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനായിട്ട് എൻ്റർ ചെയ്യേണ്ട, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് ഉണ്ടോ, പെർസെൻറ്റേജ് അത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അവിടെ
അതിൻ്റെ ഒരു ആൻസർ വരും. ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടി കാണിച്ചു തരാം. ഈക്വൽ ടു, പക്ഷെ അവിടെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഈ 368 ഡിവൈഡഡ് ബൈ 500 എന്ന് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 0.73 കിട്ടിയല്ലോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കും. ഓക്കെ, മൊത്തത്തിൽ വാല്യൂ കിട്ടി. അപ്പോൾ പോയിൻ്റ് വെച്ചിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തെല്ലാം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ള എംബ്ലം കണ്ടോ ഇവിടെ. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ കണ്ടോ എല്ലാം പെർസെൻറ്റേജ് എംബ്ലം അടക്കം വന്നിട്ടുണ്ട്. 74%, 84%, 75%, 83%, 61%. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പെർസെൻറ്റേജ് എംബ്ലം വെച്ചിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എക്സലിൻ്റെ കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടനെ എത്താം. താങ്ക് യു.